എടാ കുളത്തിലേക്ക് പോകുന്നു, പെട്ടെന്ന് വാ. ഞാൻ വന്നു, പെട്ടെന്ന് വന്നു. ആ ശരി ശരി, ഓക്കെ. ആ എടാ നീ എന്താടാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ആ ഒന്ന് നീന്തി കുളിക്കാം, അതാ നല്ലത്. ആ നീന്താൻ പറ്റിയ കാലാവസ്ഥയാണ്. ആ എന്നാലും ഉണ്ടല്ലോ രാജേട്ടാ. നല്ലൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതിനു മുമ്പായിട്ടൊന്ന് കുളിക്കണം. ഈ കുളം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നല്ല തണുപ്പുത്ത വെള്ളം, പാമ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊരു കുളിര്. ഇങ്ങനെ കുളിരാൻ നിനക്ക് 18 വയസ്സൊന്നും അല്ലല്ലോ കളവാ. ഈ പ്രായത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന്. ഈ കുളിര് വരാനൊന്നും പ്രത്യേക ഒരു കാര്യമൊന്നുമില്ല. ആളെന്റെ കല്യാണല്ലേ, എന്താ ഈ കൊളക്കടവിൽ വന്ന് നിൽക്കുന്നത്? നാളെ എന്റെ കല്യാണം തന്നെ. എടാ നിനക്കല്ല ആരാ നീ പെണ്ണിനെ തന്നത്? ആ ഞാൻ മുടിഞ്ഞ പ്രേമല്ലേ. ആ പെണ്ണിന് സ്വപ്നം കണ്ടു പോയിട്ട് കിടന്നുറങ്ങടാ. നാളെ നിന്റെ കല്യാണല്ലടാ, 2 പെഗടിച്ച് ആ പെണ്ണിന് സ്വപ്നം കണ്ടോണ്ട് കിടന്നുറങ്ങിപ്പോ. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് ആ പെണ്ണ് വന്നാലേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. ഏതായാലും ഞാനൊന്ന് നീന്തി തുടിക്കട്ടെ, എനിക്ക് നീന്തി കഴിഞ്ഞാൽ ഉഷാറ് കിട്ടും. എന്ത് തണുപ്പ്, ഭയങ്കര കുളിരിട്ടാ. പാമ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. നീർക്കോലി പാമ്പേ ഈ കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓ അതൊക്കെ പിന്നീട് നോക്കാം, ഞാൻ തോർത്തൊന്നും കൊണ്ടുവന്നില്ല. എന്താ തണുപ്പ്. എടാ അവന് നീന്താൻ അറിയില്ല, നീ തുള്ളണ്ട. നിനക്ക് നീന്താൻ അറിയില്ല? നീന്താനൊക്കെ അറിയും. എടാ എന്നാ തുള്ളട. കല്യാണം കഴിഞ്ഞാ പിന്നെ നിനക്ക് കുളത്തിൽ കുളിക്കാൻ വരെ സമയം കിട്ടൂല. തുള്ളണ വേണ ഇപ്പൊ നീ തുള്ളണ്ട, കല്യാണം കഴിക്കാൻ വേണ്ടി പോന്നല്ലേ, ഒന്ന് ശുദ്ധിയായിട്ടൊക്കെ പോയിക്കോ. ഇനി വേണ്ടപ്പ നാളെ ആവട്ടെ. ഇവന് കുട്ടികളുടെ മനസ്സാണ്. ഈ കുട്ടികൾക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും, അതുപോലെ ഇവന്റെ സ്വഭാവവും. ഇനി ഏതായാലും നാളെ നീന്താം. നാളെ നിന്റെ കല്യാണമല്ലേ? നാളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് പെണ്ണിനും കൊണ്ട് ഞാൻ വരും, 2 ആളും കൂടി കുളിക്കും. അതെന്തിനാ 2 പേരും ഒരുമിച്ച് കുളിക്കുന്നേ? ഞാനും എന്റെ പുതിയ പെണ്ണും കുളിക്കുന്നത് വീഡിയോ എടുക്കും, എന്റെ യൂട്യൂബിലിടും. എന്തിനാണ് ആ പെണ്ണിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഓ അവൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അതെന്താടാ, ഈ കുളത്തിൽ വെച്ചാണോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? ഇവിടെ വെച്ചാണോ പ്രണയം മുട്ടിട്ടത്? ഈ കുളവും കുളക്കടവല്ല അവൾക്ക് ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞത്. എടാ ഈ കുളിസീന്റെ വീഡിയോ എടുത്തിട്ട് നീ യൂട്യൂബിലിട്, നോക്ക്. അതിന് സ്ത്രീകളൊന്നും കുളിക്കാൻ വരുന്നില്ലല്ലോ കുളത്തിന്. സ്ത്രീകളുടെ കുളിസീനല്ലടാ, ഞാൻ കുളിക്കുന്ന കുളിസീനെടുക്ക്. അത് നിന്റെ കെട്ടിയോളെ കാണിച്ചാൽ മതി. എന്റെ കുളിസീനൊക്കെ എന്റെ കെട്ടിയോൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നിങ്ങൾ ജയന്റെ ആരാധകനാണല്ലേ? ജയം മരിച്ചപ്പോഴേ ഞാൻ സിനിമയിൽ കയറായിരുന്നു നോക്കിയതാ, പക്ഷെ നടന്നില്ല. എടാ രാജ, നീ എന്താ കുളത്തിൽ ഇറങ്ങാത്തത്? പെട്ടെന്ന് ഇറങ്ങേ. ഭയങ്കര തണുപ്പിട, പനിയും ജലദോഷം വരും. കുളത്തിൽ കുളിച്ചാല് പനിയും ജലദോഷം വരുന്നു ആരാ നിന്നോട് പറഞ്ഞത്? എന്റെ ഭാര്യ പറഞ്ഞതാ. കാർ ഓടിച്ചു പോകുമ്പോ ബ്രേക്കാണെന്ന് കരുതി ക്ലച്ച് ചവിട്ടിയവളല്ലേ നിന്റെ ഭാര്യ? അതെപ്പോ കാണാനും കേൾക്കാനാവില്ല, ഞാൻ ഇങ്ങനെ ഈ വയസ്സുകാലത്ത് നീ കുളത്തിൽ തുള്ളാനൊന്നും നിൽക്കണ്ട കേട്ടാ. ഓ പണ്ട് നിങ്ങൾ ഈ കുളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ആ കാലത്ത് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ ഇയാളായിരുന്നു. ഞാനാണ് ഈ സൂപ്പർ സ്റ്റാർ ജയൻ. അതല്ല, ചെറുപ്പത്തില് ചോര തളപ്പല്ലടാ. ചോര ഇപ്പൊ തിളക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഇയാളുടെ ചോരയും തിളക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യ ഇപ്പൊ കാറൊന്നും ഓടിക്കാറില്ലല്ലോ. നിങ്ങളെ ഭാര്യ ഇനി കാർ ഓടിച്ചാലേ എവിടെയൊക്കെ കുത്തി ആൾക്കാരെ കൊല്ലും. സൈക്കിൾ ഓടിക്കുന്നതാ നല്ലത്. ആ കാറ് ഞാൻ വിൽക്കാൻ വേണ്ടി പോവാ. എടാ നീ കല്യാണം കഴിക്കുന്ന പെണ്ണെങ്ങനെയാ? കാർ ഓടിക്കോ? ഇല്ല, സൈക്കിള് പോലും ഓടിക്കാൻ അറിയില്ല. ആ പട്ടിക്കാട്ടിലെ പെണ്ണാന്ന് തോന്നും. ഓഹോ, ഗ്രാമീണ സുന്ദരി ആയിരിക്കും ആ പെണ്ണ് അല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പച്ച പട്ട് പിരിച്ച ഗ്രാമത്തിലാണോ നിന്റെ പെണ്ണ്? മലയോര മേഖലയിലാ പെണ്ണിന്റെ വീട്. എങ്കിൽ നീ ബുദ്ധിമുട്ടും. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എടാ നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ. പച്ചപ്പനെങ്കിൽ പെണ്ണേ വാ പെണ്ണേ കൂടെ വാ പെണ്ണേ പെണ്ണേ വാ. വേണ്ടപ്പാ, നാളെ നീന്താം. എടാ അവിടെ ചളിയൊക്കെ ഉണ്ട്, കാല് സ്ലിപ്പാവും, നോക്കണം. എടാ ഇവ വീണതാണോ അതോ തുള്ളിയതാണോ? കുഴപ്പമില്ല, ഏതായാലും അവന് നീന്താൻ അറിയാലോ. അവന് നീന്താൻ അറിയില്ല. നീന്താൻ അറിയില്ലെന്നാ നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? നീന്താൻ അറിയാത്ത ഇവൻ എങ്ങനെ ഈ കൊളക്കടവിൽ ഇങ്ങനെ നിന്നത്? ബാക്കിയില്ലാക്ക ബുദ്ധിമുട്ടുണ്ടാക്കാൻ. ഛേ,
ഇവനെവിടെ പോയത്? എടാ കുറച്ച് അപ്പുറം പോയി നോക്കടാ. എടാ നാളെ വന്ന് കല്യാണാണാ. ആ കിട്ടി കിട്ടി കിട്ടി. പെട്ടെന്ന് പൊക്കടാ. ഇവിടെ കിടത്ത്. എടാ ആസ്പത്രി കൊണ്ടുപോകണം. ഇനി എവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവൻ മരിച്ചു. ആളെ ഇവന്റെ കല്യാണാണ്. നമ്മളെന്താ ചെയ്യോ?